ഇനി ബോൺസായി ചെടികൾ നമുക്ക് എപ്പോഴും ഒരു കൗതുകമാണ് അല്ലെ. പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന ഒരു വലിയ വൃക്ഷത്തെ കൈപ്പിടിയിൽ ഒതുങ്ങുന്ന ഒരു മൺചട്ടിക്കുള്ളിൽ വർഷങ്ങളോളം വളർത്തിയെടുക്കാൻ സാധിക്കുമെന്നൊക്കെ പറയുന്നത് ഒരു കൗതുകം നിറഞ്ഞ കാര്യം തന്നെയാണ്. 77-കാരി മട്ടുപ്പാവിൽ ഒരുക്കിയ ബോൺസായി വിസ്മയം നമുക്കൊന്ന് കണ്ടുവരാം. ആരാണ് എന്തെന്നൊക്കെ പിന്നീട് കൂടുതലായി പറയാം. ബോൺസായി എന്ന് പറഞ്ഞാൽ ഒരു ട്രീ ഇൻ എ ട്രേ എന്നാണ് അതിൻ്റെ അർത്ഥം. പുറത്ത് കാണുന്ന ഒരു ട്രീയുടെ അതേ ഇതിലുള്ള ഒരു കൊച്ചു ട്രീ. തിരുവനന്തപുരം വഴുതക്കാടുള്ള ഡോളി ജോസഫ്സ് റൂഫ് ടോപ്പ് ഗാർഡൻ. 10 സെന്റിൽ നിറഞ്ഞു നിൽക്കുന്നൊരു 3 നില വീട്. പടി കയറി ടെറസിലേക്ക് എത്തിയാലോ ഡോളി ജോസഫ് എന്ന 77-കാരി സൃഷ്ടിച്ചെടുത്ത അത്ഭുതലോകം നമ്മളെ ഞെട്ടിക്കും. കുഞ്ഞൻ ചെടിച്ചട്ടികളിൽ മെരുക്കിയെടുത്ത മനോഹരമായ ബോൺസായി കൂട്ടം. കൂട്ടത്തിൽ പെടാത്തതെങ്കിലും കാഴ്ചയ്ക്ക് ഭംഗി കൂട്ടി കുഞ്ഞൻ റോസാ ചെടികളും ഓർക്കിഡുകളും ബൊഗൈൻവില്ലയും മറ്റു പൂച്ചെടികളും. ചെടികളെക്കുറിച്ച് സംസാരിച്ചു തുടങ്ങിയാൽ ഡോളിക്ക് 100 നാവാണ്. കുട്ടിക്കാലത്തെപ്പോഴോ അമ്മയിൽ നിന്ന് പകർന്നു കിട്ടിയ ചെടികളോടുള്ള കമ്പമാണ് 77-ാം വയസ്സിലും ഡോളി ഒപ്പം കൊണ്ടു നടക്കുന്നത്. ഇതിൻ്റെ പേര് പ്രേമന റൗണ്ട് ലീഫ്. പ്രേമന 2 ടൈപ്പ് ഉണ്ട്, റൗണ്ട് ലീഫും ലോങ് ലീഫും. ഇത് 15 വർഷം കഴിഞ്ഞു. ഇത് മാൽഫീജിയ ബീപ്പിംഗ് സ്റ്റൈലായിട്ട് വെച്ചിരിക്കുന്നത്. ഇത് ഡയോസ്പൈറോസ് എന്നാണ് ഇതിൻ്റെ പേര്. ഇതിന് 2 വെറൈറ്റി ഉണ്ട്. ചിലത് കാവരും, ഇത് നിറച്ച് കാവരണതാണ്. ടൈമാകുമ്പോൾ നിറയെ റെഡ് കളറിൽ കാവരും. ഹോളി ഹോക്ക് എന്ന് പറയുന്ന ഒരു പ്ലാന്റ്. അത് സാധാരണ ക്രിസ്മസ് ട്രീയിലൊക്കെയാണ്. പുളി നന്നായിട്ട് ബോൺസായി ആക്കാൻ പറ്റും. കാരണം എന്താണെന്ന്, പുളിയുടെ ബ്രാഞ്ചസ് എല്ലാം നമുക്ക് വിചാരിക്കണ പോലെ ബെൻഡ് ചെയ്യാൻ പറ്റും. ഏത് ഷേപ്പിൽ വേണമെങ്കിൽ കമ്പിറ്റിയൊക്കെ ഷേപ്പാക്കാൻ പറ്റും. പുളി 20 വർഷം കഴിഞ്ഞ് 25 വർഷത്തോളമായി. കഴിഞ്ഞ പോലെ നിറയെ പുളി ഉണ്ടായതാ. ഇതിലും പുളിയുണ്ട്, കണ്ട. ഇതൊക്കെ നിറയെ പൂക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പുറത്തുള്ളതും കായ്ക്കും. ഓരോന്നും പലതും പല വർഷമാണ്. 15, 20, 25 ഒക്കെ ആയിട്ടാണ് ഉണ്ടാവുന്നത്. 1ഉം 2ഉമല്ല, 15ഉം 20ഉം വർഷം പഴക്കമുള്ള ബോൺസായി ചെടികളും ഇക്കൂട്ടത്തിലുണ്ട്. കൃത്യമായ രീതിയിലുള്ള പരിപാലനം ആവശ്യമുണ്ട് മട്ടുപ്പാവിലെ ഈ ഇത്തിരി കുഞ്ഞന്മാർക്ക്. വീട്ടിൽ തനിച്ചിരിക്കുമ്പോഴുള്ള വിരസത മാറ്റാനായാണ് ഡോളി ആദ്യമായി ചെടികൾ നട്ടുവളർത്തുവാനും പരിപാലിക്കുവാനും തുടങ്ങിയത്. പിന്നീട് ബോൺസായിയോടൊരു പ്രത്യേക ഇഷ്ടം വന്നു കൂടുകയും അതിലേക്ക് തിരിയുകയും ചെയ്തു. ഇന്നിപ്പോൾ ചെറിയും പേരാലും അരയാലും പുളിയും ഗുൽമോഹറും തുടങ്ങി ആൽമരം വരെയുണ്ട് ഇക്കൂട്ടത്തിൽ. നമ്മുടെ മലയാളത്തിൽ കല്ലാല് ടൊമൻഡോസ എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. കല്ലാലെന്നാണ് പറയുക. ഇതിന് നിറയെ വേരിറങ്ങി സ്മോൾ ലീഫായിട്ട് നിറയെ വേരിറങ്ങി നല്ലതായിട്ട് വരുന്നതാണ് കല്ലാല്. നിറയെ മഞ്ഞ കളറിൽ പൂ വരും, പക്ഷെ വിരിയില്ല. ഇതിൻ്റെ പേരാണ് യെല്ലോ കാമിനി. ഇതൊരു 20 വർഷത്തോളമായി. ബോധിവൃക്ഷം. ഇത് 10 വർഷമായി. ലീഫെല്ലാം ഞാൻ കട്ട് ചെയ്തു. ഇടയ്ക്കിടയ്ക്ക് എല്ലാ ലീഫും കളയും. അത് കഴിയുമ്പോൾ അത് നല്ല തഴച്ച് വരും. അങ്ങനെയാണ് ചെയ്യുന്നത്. നിറയെ നല്ല ഭംഗിയാണ്. നിറയെ പൂക്കും. നല്ല ഭംഗിയുള്ള പ്ലാന്റ്. അത് ബ്ലൂ ബ്രയ എന്നാണ് ഇത് പറയണത്. പശനാരകം എന്നാണ് ഇതിന് പറയണത്. നിറയെ വലിയ മരമാവും. ശരിക്ക് ബോൺസായി അല്ലെങ്കിൽ വലിയ മരം നിറയെ ഈ ഫ്രൂട്ട് ഉണ്ടാവും. റെഡ് കളറിലുള്ള ഫ്രൂട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഇതിൻ്റെ ഫ്രൂട്ട് കാൻഡിൽ പോലെ. ഇതിപ്പോൾ ഉണങ്ങിപ്പോയ ഫ്രൂട്ടാണ്. ഇതേപോലെ തൂങ്ങി കാൻഡിൽ ഉണ്ടായി കിടക്കും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. വർഷങ്ങൾ നീണ്ട പ്രയത്നത്തിലൂടെയും പരിപാലനത്തിലൂടെയുമാണ് ഓരോ ബോൺസായി ചെടിയും രൂപപ്പെട്ടു വരുന്നത്. തന്നാലാവുന്ന കാലം വരെയും ഈ ചെടികളെ ഇത്തരത്തിൽ പരിപാലിച്ചു നിർത്തണമെന്നാണ് ഡോളിയുടെ ആഗ്രഹം. പൂർണ്ണ പിന്തുണയുമായി കുടുംബവും ഒപ്പം തന്നെയുണ്ട്. സ്വന്തം വീടിൻ്റെ ടെറസിൽ ഒരു 77-കാരി സൃഷ്ടിച്ചെടുത്ത ലോകമാണ് നിങ്ങളിപ്പോൾ കണ്ടത്. അവരവരുടെ സ്വപ്നങ്ങളെയും ഇഷ്ടങ്ങളെയും ഒക്കെ ചേർത്ത് പിടിച്ച് മുന്നോട്ട് നീങ്ങുകയാണ്. നിങ്ങൾക്കുള്ളിലും ഇതുപോലുള്ള കൊച്ചു ഇഷ്ടങ്ങളുണ്ടാവും. ആ ഇഷ്ടം കൊണ്ട് ഇതുപോലൊരു ലോകം നിങ്ങൾക്കും സ്വന്തമായി സൃഷ്ടിച്ചെടുക്കാം. ഇന്ദുലേഖ രേണു, മാതൃഭൂമി ന്യൂസ്. ഇന്ദുലേഖ രേണു തന്നെ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഇന്ദു, ശരിക്കും ആ ടെറസ് കാണുമ്പോൾ എന്തൊരു ഭംഗിയാണ്. ഭംഗിക്കൊപ്പം തന്നെ കൗതുകവും തോന്നുന്നു. എന്താണ് ഈ വലിയ പുളിമരമൊക്കെ ഇങ്ങനെ ചെടിച്ചട്ടിയിൽ നിൽക്കുന്നതൊക്കെ കാണുമ്പോൾ ശരിക്കും കൗതുകം തോന്നുന്നുണ്ട്. ഇന്ദു അത് നേരിട്ട് പോയി കണ്ടയാളാണ്. ഇന്ദുവിന് കൂടുതലായി എന്താണ് പറയാനുള്ളത്?
77കാരി ഡോളി ജോസഫ് ഒരു അത്ഭുതമാണെന്നേ ഞാൻ പറയൂ. കാരണം ഈ പ്രായത്തിലും ആളുടെ ഒരു ചുറുചുറുക്ക് നോക്കൂ. അതുപോലെ തന്നെ സ്വന്തം ഇഷ്ടങ്ങളും സ്വപ്നങ്ങളും ഒക്കെ ഇങ്ങനെ കൂടെ കൊണ്ടുപോകാൻ കഴിയുക എന്ന് പറഞ്ഞത് എല്ലാവരെ കൊണ്ടും സാധിക്കുന്ന ഒന്നല്ല. നമ്മളിൽ പലർക്കും പലതരത്തിലുള്ള ഇത്തരം ഇഷ്ടങ്ങളൊക്കെ ഉണ്ടാകും അല്ലേ. ചിലർക്ക് തയ്ക്കാൻ ഇഷ്ടമാകും, എംബ്രോയ്ഡറി ഇഷ്ടമാകും, പാചകം ഇഷ്ടമാകും, അങ്ങനെ മറ്റു പലതരത്തിലുള്ള ഇഷ്ടങ്ങൾ ഇതുപോലെ തന്നെ ഉള്ളവരുണ്ടാവും. പക്ഷേ ഒരു സമയം കഴിയുമ്പോൾ നമ്മളിൽ പലരും അതിനോട് ഇനി എനിക്കിത് സാധിക്കുമോ, ഇത്രയും പ്രായമൊക്കെ ആയില്ലേ എന്ന് ചിന്തിക്കുന്നവരൊക്കെ ഉണ്ട്. നമ്മുടെ കൺമുന്നിൽ തന്നെ അതിന് ഉദാഹരണങ്ങളുണ്ടാവും. പക്ഷേ അങ്ങനെ ചിന്തിക്കുന്നവർക്ക് കണ്ടു പഠിക്കാൻ പറ്റിയ ഒരാളാണ് ഡോളി എന്ന് ഞാൻ പറയും. കാരണം എത്ര വർഷങ്ങളായി ആളിത് ചെയ്യാൻ തുടങ്ങിയിട്ട്, ഒരു 30 വർഷത്തിലധികമായിട്ടുണ്ട്. പണ്ട് എപ്പോഴോ വീട്ടിലിരുന്ന് ബോറടിച്ച് സമയം മുന്നോട്ട് പോകാൻ ഒന്നുമില്ലെന്ന് തോന്നിയപ്പോൾ കുറേയധികം റോസാ ചെടികൾ നട്ട് ഒരു ഗാർഡൻ ഉണ്ടാക്കി അവിടെ നിന്ന് തുടങ്ങിയതാണ് ഡോളി ആൻറ്റി. ഇപ്പോഴാ ഇത്രയും വലിയൊരു ബോൺസായി തോട്ടത്തിലെത്തി നിൽക്കുകയാണ്. ഒരു വലിയ 3 നില വീട്, അതിൻ്റെ സ്റ്റെയർ കയറി മുകളിൽ എത്തുമ്പോൾ തന്നെ നമ്മൾ വല്ലാതെ ക്ഷീണിച്ച് കിതച്ചു പോകും കേട്ടോ. കാരണം എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുകയാണ്. പക്ഷേ ആ സ്റ്റെയർ കയറി ദിവസവും എത്രയോ തവണ ആൻറ്റി മുകളിലേക്ക് കയറി വരുന്നു, ആ ചെടികളെയൊക്കെ നോക്കുന്നു, പരിപാലിക്കുന്നു. ആൾക്ക് പക്ഷേ അതൊരു മടുപ്പായി തോന്നുന്നില്ല. ഞാൻ ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, ഒരുപക്ഷെ മോളെ എനിക്ക് ഇതിനോടുള്ള അമിതമായിട്ടുള്ള ഒരു ഇഷ്ടം കൊണ്ടായിരിക്കാം, ആഗ്രഹം കൊണ്ടായിരിക്കാം എനിക്ക് ആ മടുപ്പ് തോന്നാത്തത്, എനിക്ക് ആ ബുദ്ധിമുട്ട് തോന്നാത്തതെന്ന്. സത്യമാവാം, നമ്മൾ അത്രത്തോളം ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം ചെയ്യാൻ നമുക്കത്ര ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ലല്ലോ. നമ്മൾ ഒരു മരം വളർന്നു വലുതാവാൻ എത്ര വർഷം വേണ്ടി വരും? കൃത്യം കണക്കൊന്നും പറയാൻ അറിയില്ല, എങ്കിലും ഒരു 10 വർഷം കൊണ്ടൊക്കെ ഒരു മരം അത്യാവശ്യം നല്ല പൊക്കത്തിലും വണ്ണത്തിലും ഒക്കെ എത്തില്ലേ. പക്ഷേ ഡോളി ആൻറ്റിയുടെ കയ്യിൽ 25 വർഷത്തിനോട് അടുത്ത് വരെ പ്രായമുള്ള മരങ്ങളുണ്ട്, അതും ഒരു ചെറിയ ചട്ടിക്കുള്ളിൽ. ആളിങ്ങനെ അതിനെ ആ വലുപ്പത്തിൽ പരിപാലിച്ചുകൊണ്ടിരിക്കുക. ഇത് അത്ര എളുപ്പമൊന്നുമല്ല കേട്ടോ. നമ്മളെല്ലാം വിചാരിക്കും ഒരു ചെടിയല്ലേ, അതിനെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് വിട്ട് ചെറിയൊരു പാത്രത്തിൽ ഇങ്ങനെ വെക്കുന്നതിന് എന്താ ഇത്ര ബുദ്ധിമുട്ടെന്ന്. പക്ഷെ അങ്ങനെയല്ല കേട്ടോ. കാരണം ഇത്രയും വർഷം ആ ഒരു ചെടീനെ ഒരു കേടും വരാതെ അല്ലെങ്കിൽ അമിതമായി വളർന്നു പോകാതെ കൃത്യമായ ഷേപ്പിലൊക്കെ വളർത്തിയെടുക്കുക എന്ന് പറഞ്ഞാൽ അത് ദൈനംദിനമായിട്ട് നമുക്ക് അതിന് കൊടുക്കേണ്ട ഒരു പരിചരണമുണ്ട്. ഇത്ര ദിവസത്തിലധികം നമുക്കതിനെ വിട്ടു നിൽക്കാനോ പരിചരിക്കാതിരിക്കാനോ ഒന്നും കഴിയില്ല. അങ്ങനെയാണെങ്കിൽ അത് അമിതമായി വളർന്ന ഷേപ്പൊക്കെ നഷ്ടമായി മറ്റു പല രീതിയിലേക്കും അത് പോവുകയൊക്കെ ചെയ്യും. പക്ഷേ അത്രയും സൂക്ഷ്മതയോടെ ഇത്രയും വർഷത്തോളം ഒരു കേടുപാടും കൂടാതെ ആ ചെടികളെയൊക്കെ സൂക്ഷിക്കണമെങ്കിൽ അത് ആ ഇഷ്ടം കൊണ്ട് തന്നെയാണ്. മാത്രമല്ല ആൾ ക്ലാസ്സുകൾ എടുത്തു കൊടുക്കാൻ പോവാറുണ്ട്, പല രാജ്യങ്ങളിൽ പോയി ഇതുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാറുണ്ട്. ഈ കാര്യത്തിൽ ആളൊരു വിദഗ്ധയാണെന്ന് തന്നെ പറയാം. ഇതെന്തായാലും സ്വന്തം ഇഷ്ടങ്ങളെ കൂട്ടുപിടിക്കാൻ അല്ലെങ്കിൽ കൂട്ടുപിടിച്ച് മുന്നോട്ട് പോകാൻ മടിക്കുന്ന ആളുകൾ കണ്ടുപഠിക്കേണ്ട ഒരാളെയാണ് ഞാൻ എന്തായാലും പരിചയപ്പെടുത്തി തന്നിരിക്കുന്നത്. എന്ത് സംശയമുണ്ടെങ്കിലും ഡോളി ആൻറ്റിയുടെ അടുത്ത് ചെല്ലാം. ഈ ചെടി പരിപാലനവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വീട് കണ്ടുപിടിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല കേട്ടോ. വഴുതക്കാട് ചെന്നിട്ട് കുറച്ചങ്ങ് മുന്നോട്ട് പോയി കഴിയുമ്പോഴത്തേക്കും വലിയൊരു ബോർഡ് ആളുടെ വീടിൻ്റെ മുന്നിൽ തന്നെയുണ്ട്. അത് തന്നെയാണ് അടയാളം. ഒരു 3 നില വീട്. അവിടേക്ക് കയറി ചെന്നാൽ നിങ്ങൾക്ക് മറ്റൊരു വിസ്മയം കാണാം, പുതിയൊരു ലോകം കാണാം. ശരി ഇന്ദു. അപ്പോൾ ബോൺസായി കുറിച്ച് അതൊക്കെ പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് അവിടെ ഡോളി ആൻറ്റിയുടെ അടുത്ത് പോയാൽ അതേക്കുറിച്ച് പഠിക്കാൻ കഴിയും. ഒപ്പം ഇന്ദു പറഞ്ഞ ഒരു കാര്യമല്ല, ഇഷ്ടത്തോടെ ഒരു കാര്യം ചെയ്യുമ്പോൾ അതിൽ ഒരിക്കലും മടുപ്പ് തോന്നില്ല എന്നതാണ് ഈ 77 നമുക്ക് മുന്നിലേക്ക് വെക്കുന്ന മറ്റൊരു സന്ദേശം. അവർക്ക് അത്രയും ഇഷ്ടമുള്ളത് കൊണ്ടാണ് ഇത്രയും നല്ല രീതിയിൽ ഈ ബോൺസായി മരങ്ങളെയൊക്കെ പരിപാലിച്ച് കൊണ്ടുപോകുന്നതൊക്കെയും. ശരി.